ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം. അതെനിക്ക് വളരെ ഉപകാരമാണ്. ഞാൻ ഇന്നലെ എന്റെ വീട്ടുകാരോടൊപ്പം രാത്രി ഒരു 10:40 സെക്കൻഡ് ഷോ അവീതം എന്ന സിനിമ കാണാൻ പോയി. ഞാൻ ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു. എനിക്ക് അന്ന് ആ ട്രെയിലർ കണ്ടപ്പോഴേ ഭയങ്കര ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണത്. എന്റെ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല. ഈ ട്രെയിലർ എന്താണോ നമുക്ക് കാണിച്ചത് അത് തന്നെയാണ് സിനിമ. ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ തീരെ ലാഗ് അടിപ്പിക്കാതെ ഒരു 1 മണിക്കൂർ 45 മിനിറ്റ് സിനിമയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ ഡയറക്ടർ ചെയ്തിരിക്കുന്നത് സെന ഹെഡ്സ്, പ്രൊഡ്യൂസർഡ് ബൈ E4 എന്റർടൈൻമെന്റ്. ഈ എടുത്തു പറയേണ്ടത് ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ, ഇതിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ടോപ്പ് നോച്ച് ആണ്. ആരെയും കുറ്റം പറയാൻ കഴിയില്ല. ഇതിൽ അഭിനയിച്ച എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആക്ടിംഗ് ആണ്. ഈ സിനിമ മൊത്തം ഭയങ്കര നാച്ചുറാലിറ്റി ഉള്ള ഒരു പടമാണ്. ഇത് ഭയങ്കര ഹ്യൂമർ നിറഞ്ഞൊരു സിനിമയാണ്. പക്ഷേ ഹ്യൂമർ മാത്രമല്ല, നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഒരു വട്ടം നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യില്ല. ഇതിന്റെ ക്ലൈമാക്സ് ഭയങ്കര എഡ്ജ് ഓഫ് ദി സീറ്റ് പോലെ ഫീൽ ചെയ്തു. ഭയങ്കര എന്താ പറയാ, ഓക്കെ അടുത്തത് എന്താണ് നമുക്കിങ്ങനെ കാണാനൊരു ത്വരയുണ്ട്. നമുക്ക് ബോറടിക്കത്തില്ല. ഒരു മിനിറ്റ് പോലും നമുക്ക് വേസ്റ്റ് ആവില്ല. ഈ സിനിമ 1 മണിക്കൂർ 45 മിനിറ്റ് ആണെങ്കിൽ ആ 1 മണിക്കൂർ 45 മിനിറ്റ് സിനിമയിലെ മെയിൻ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിൽ അനാവശ്യമായ പാട്ടോ അനാവശ്യമായ റൊമാൻസോ അനാവശ്യമായ കോമഡികളോ ഒന്നുമില്ല. ഒക്കെ ഇതിലുള്ള എല്ലാ കോമഡിയും ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യിക്കുന്നില്ല. നല്ലോണം ചിരിക്കാനുള്ള ഒരു സിനിമയാണ്. നല്ലൊരു പടമാണ്. തിയേറ്ററിൽ നിന്ന് മിസ്സായാലും നിങ്ങൾക്ക് OTT വന്നാൽ എന്തായാലും കാണണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ പണ്ട് ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞതുപോലെ വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഈ പടം മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് എല്ലാം കുറച്ച് സെൻസിറ്റീവായ ഭയങ്കര പൊളിറ്റിക്കലായ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിന് രണ്ടഭിപ്രായം വരാൻ സാധ്യതയുണ്ടെങ്കിലും എനിക്ക് ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും കൺവീൻസ് ചെയ്ത കാര്യങ്ങളുണ്ട് ഈ പടം ക്ലൈമാക്സിൽ. അത് ഞാൻ ഭയങ്കര യോജിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നി. അതിന് പല അഭിപ്രായം ഉണ്ടാവും. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പടമാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഫാമിലിന്റെ കൂടെയാണ് കണ്ടത്. ഒരിക്കലും ഇതൊരു ഏപ്പടമോ അത് മോശമായ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് പോയി കാണാം, ഫ്രണ്ട്സ് ആയിട്ട് പോയി കാണാം, ഒറ്റയ്ക്ക് കാണാം. നല്ലൊരു പടമാണ്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും കാണണമെന്ന് ഞാൻ പറയൂ. നിങ്ങൾക്ക് ചിരിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സോ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ ഗൈസ്. ബൈ.